തടസ്സങ്ങൾ ഏറ്റവും പ്രധാനമായി വരുന്നത് ഇങ്ങനെ കാല് ചരിഞ്ഞു പോകുക. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഹൈ ഹീൽഡ് ഷൂസ് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണ് കുറച്ചും കൂടെ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ നിന്നാൽ അല്ല കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറെ ആളുകൾക്ക് വൃത്തത്തിൽ നിന്ന് അല്ല ഫ്രണ്ട് റോ കുറച്ച് ഈ പാദത്തിന്റെ മൂവ്മെന്റ്സ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എത്ര ഡിഗ്രി സാധാരണ ഒരു 15 to 45 ഡിഗ്രി വരെ ഇതിന്റെ ടേണിംഗ് ഉള്ളു. ഇപ്പൊ സാധാരണ വരുമ്പോൾ ഇത് മടങ്ങിപ്പോകുക, വിരലുകൾ മടങ്ങിപ്പോകുക, ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പോകുക. ചിലപ്പോൾ ഫ്രാക്ചർ ഈ ഫലാംഗസിലൊക്കെ ഫ്രാക്ചർ വരാൻ സാധ്യതയുണ്ട്. മടങ്ങിയാൽ ഈ ആംഗിളിൽ പൊട്ടൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം വിരലുകളിലാണ് വന്നിട്ടുള്ളതെങ്കിൽ ഈ വിരലുകൾ സ്പ്ലിന്റ് വെച്ച് അല്ലെങ്കിൽ ചെറിയ പാഡ് വെച്ച് തീപ്പെട്ടിയുടെ സൈഡായാലും മതി, 4 സൈഡിലും പാഡ് വെച്ചിട്ട് ഇതാദ്യം വലിച്ച് പൊസിഷൻ കറക്റ്റ് ചെയ്ത് അതിന് കൊതുമ്പാണ് ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നത്. കൊതുമ്പ് നല്ലൊരു സാധനം, അതിനകത്ത് ഓയിലൊക്കെ നല്ലോണം അബ്സോർവ് ചെയ്യും. അതിൻ്റെ ചീളികളാക്കി എടുത്തിട്ട് ഈ 2 സൈഡിലും വെച്ച് ബാൻഡേജ്. ഇത് പലപ്പോഴും ഇങ്ങനെ വളഞ്ഞിരിക്കും, അല്ലെങ്കിൽ ചിലത് ഇങ്ങനെ ചാടിപ്പോവും. അപ്പം ബാൻഡേജ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് വേണം ബാൻഡേജ് ചെയ്യാൻ. ചെറിയ ഉദാഹരണത്തിന് ഇങ്ങനെ മടങ്ങിപ്പോയ വിരല് ഇങ്ങനെ വെച്ച് തന്നെ ബാൻഡേജ് ചെയ്ത് ഇങ്ങനെ കെട്ടിയാണെന്ന് വിചാരിച്ചാൽ ഇത് സുഖമാകത്തില്ല. കാര്യം ആ ബെൻഡിങ് അതുപോലെ നമ്മൾ വെച്ചിരിക്കുക, നടക്കുമ്പോഴൊക്കെ ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഉയർത്തിയെടുക്കുന്നതിന് ആവശ്യമായ രീതിയിൽ തന്നെ വേണം ഇത്. ഇവിടെ കോട്ടം വെച്ച് ഈ വിരലിൻ്റെ ഇടയ്ക്കെല്ലാം കോട്ടം വയ്ക്കണം, തമ്മിൽ തട്ടാതെ ഉയർത്തിയെടുക്കുന്ന രീതിയിലേക്ക് വേണം നമ്മൾ ബാൻഡേജ് ചെയ്ത് കൊണ്ടുപോകാൻ. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഇവിടെ അഥവാ ഇവിടെ പൊട്ടലുണ്ടെങ്കിൽ പോലും ഫ്രാക്ചർ ഉണ്ടെങ്കിൽ പോലും കൂടി ചേർന്ന് ശരിയായിക്കോളും. അനക്കാതെ ഹാർട്ട് ലെവലിൽ നിന്ന് ഒരു അല്ല, അതിന്റെ ഫ്രാക്ചർ ആണെങ്കിൽ അത് രണ്ടും കൂടെ ടച്ച് ചെയ്യാതിരുന്ന ഒക്കത്തില്ലല്ലോ. ടച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ വയ്ക്കുന്നത്. ഇങ്ങനെ ആയപ്പോൾ ടച്ച് ചെയ്തില്ല, ബോൺസ് തമ്മിൽ ടച്ച് ചെയ്തില്ല. ടച്ച് ചെയ്തില്ലെങ്കിൽ യോജിക്കത്തില്ല. അപ്പോൾ ഇത് ടച്ച് ചെയ്യണം. എപ്പോഴായാലും ട്രാക്ഷൻ ചെയ്തിട്ട് ടച്ച് ചെയ്ത് അതിന്റെ പൊസിഷൻ മനസ്സിലാക്കിയിട്ട് വേണം. ഇവിടെയൊക്കെ വേണമെങ്കിൽ പാഡുകൾ വെക്കാം. പാഡുകൾ വെച്ചിട്ട് വേണം നമുക്ക്. ഈ എല്ലാ വെല്ലുകളും അതുപോലെയാണ്. കൊതുമ്പ് വെക്കുന്നത് ഈ ചെറിയ ചീളുകളാക്കിയിട്ട് ഇത് പ്ലിന്റ് പോലെ അടുക്കി വയ്ക്കുക, സപ്പോർട്ട് ചെയ്യുക. ലെവൽ പോരാ. ലെവൽ പോരാന്ന് പറയുന്നത് ഇങ്ങനെ ഇത് അകർന്നിരിക്കുകയാണ്, ഈ ജോയിന്റ് അകർന്നിരിക്കുകയാണ്. അത് നേരെ വെച്ചാലും അത് നേരത്തെ മടങ്ങിപ്പോയത് കൊണ്ട് അത് ടച്ച് ചെയ്യണമെന്നില്ല. പക്ഷെ ഇങ്ങനെ അല്പം ഡിഗ്രി മുകളിലോട്ട് കയറ്റി വെച്ചാൽ അത് യോജിച്ച് തന്നെ ഇരിക്കും. പ്രത്യേകിച്ച് ആ ഹീൽ ചെയ്ത് വരേണ്ട ഭാഗമാണ്. അപ്പോൾ ഉയർന്ന് തന്നെ ഇരിക്കണം. ഇളക്കിയതിന് ശേഷം മസാജ് ചെയ്ത് നമുക്ക് കറക്റ്റ് പൊസിഷൻ വരുത്താം. അപ്പോൾ ഈ വിരലുകളെല്ലാം ഇതുപോലെ ചെയ്യാനുള്ളതാണ്. ഇവിടെയൊക്കെ പൊട്ടൽ വരാൻ സാധ്യതയുണ്ട്. പ്രധാനമായും ഇങ്ങനെ വളഞ്ഞു പോകുന്ന അത് സാധനം പൊട്ടലൊന്നും വരത്തില്ല, ഇങ്ങനെ വളഞ്ഞു പോകും. സാറേ ഒരു റോ ഇരുന്നാലേ